Hearty welcome to my class. Today I would like to speak something based on the concept of defense mechanism. That concept has been given by Sigmund Freud. The term defense mechanism first appeared in the year 1894 in one of his writings, namely The Neuropsychosis of Defense. But the same topic, the same concept has been further developed by two eminent psychologists. Number one is Otto Pfennigsel, and the second one is Anna Freud, the daughter of Sigmund Freud. But remember, please note, Freud used to call this particular defense mechanism strategy as ego mechanism or psychic mechanism. And what do you mean by defense mechanism? Actually, based on certain psychological principles, defense mechanism implies unconscious attempt for protecting our ego. Please note this definition. Unconscious attempt for protecting our ego is considered to be defense mechanism. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 1894 സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ആ കോൺസെപ്റ്റിനകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് ഈഗോ മെക്കാനിസം അല്ലെ സൈക്കിക് മെക്കാനിസം എന്ന് പറയുന്നതാണ്. അത് ആത്യന്തികമായി ഡിഫൻസ് മെക്കാനിസമാണ്. പക്ഷെ ഈ ടേമിനെ കുറച്ചും കൂടി പരിപോഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളായിട്ട് അന്ന ഫ്രോയിഡും അതുപോലെ തന്നെ ഓട്ടോ ഫിനിഷൽ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രകാരൻ കൂടിയാണ്. അപ്പൊ ഇന്ന് കാണുന്ന കുറെ തരം ഡിഫൻസ് മെക്കാനിസം അവരുടെയും കൂടി കോൺട്രിബ്യൂഷനാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മാത്രമല്ല, ഈ അന്ന ഫ്രോയിഡ് അവരുടെ റിസർച്ചിനൊക്കെ ഫലമായിട്ടാണ് പുതിയ പുതിയ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. അപ്പോൾ അൺകോൺഷ്യസ് അറ്റംപ്റ്റ് ഫോർ പ്രൊട്ടക്ടിങ് അവർ ഈഗോ ഈസ് കൺസിഡർഡ് ടു ബി ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ we have certain stress management techniques. That means inbuilt stress management techniques. Nobody can eliminate stress. Stress is there. നമുക്ക് സ്ട്രെസ്സിനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കും. അങ്ങനെയുള്ള ഒരു സ്ട്രെസ് മാനേജ്മെന്റ്, ഇൻബിൽട്ട് ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം. അത് നമ്മൾ അറിയാതെയാണ് ഉപയോഗിക്കുക. നമ്മൾ ആ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാതെ ഉപയോഗിക്കുകയാണ് ചെയ്യാൻ. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു ഉപയോഗിക്കും, പക്ഷെ ഇവിടെ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കാണ് ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് പോസിറ്റീവ് ഇഫക്ട് ആൻഡ് നെഗറ്റീവ് ഇഫക്ട്. റിമെമ്പർ, ഡിഫൻസ് മെക്കാനിസം ഹാസ് ഗോട്ട് ടു ഇമ്പാക്ട് ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു പോസിറ്റീവ് ഇഫക്ട് ആൻഡ് നെഗറ്റീവ് ഇഫക്ട്. ഇനി എന്താണ് അതിന്റെ പോസിറ്റീവ് ഇഫക്ട്? ഒരേ ഡിഫൻസ് മെക്കാനിസം നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് മാൽ അഡ്ജസ്റ്റഡ് ആയി പോയിച്ചോ മാത്രമല്ല, നമുക്ക് DSM-3 എന്ന് പറയുന്ന കാറ്റഗറി, നിങ്ങൾക്കറിയാം DSM-3 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് മെഡിസിൻ എന്ന് പറയുന്ന കാറ്റഗറി, സൈക്കോസിസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് നമ്മുടെ ഈ മാൽ അഡ്ജസ്റ്റ്മെന്റ് മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഡിഫൻസ് മെക്കാനിസത്തിന് പോസിറ്റീവായിട്ട് ഇഫക്റ്റ് ഉണ്ട്, നെഗറ്റീവായി ഇഫക്റ്റ് ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവാണ്, ചില കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ നോക്ക്, നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കാതെ നമുക്ക് പറ്റില്ല. പക്ഷെ ഒരേ മെക്കാനിസം കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടാകുന്നത്. So we can classify defense mechanism into numerous heads. Number one, sublimation, identification,
displacement, projection, regression, repression, suppression, denial, reaction formation, compensation. So these are the most important defense mechanisms that I would like to repeat. Number one, sublimation, then identification, displacement, projection, regression, then repression, suppression, denial, reaction formation, and compensation. One more is the rationalization. So these are the most important. ഇപ്പൊ നോക്കുക, നിങ്ങൾ ഒരുപാട് എണ്ണമുണ്ട്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട പറയുകയാണ്. ഒന്ന് സബ്ലിമേഷൻ ആണ്, മറ്റൊന്ന് ഐഡന്റിഫിക്കേഷൻ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്, പ്രൊജക്ഷൻ ആണ്, പിന്നെ റിഗ്രഷൻ ആണ്, നമ്മളെ എന്താ പറയുക, റെപ്രഷൻ ഉണ്ട്, സപ്രഷൻ ഉണ്ട്, ഡിനൈൽ ഉണ്ട്, റിയാക്ഷൻ ഫോർമേഷൻ ഉണ്ട്, കോമ്പൻസേഷൻ ഉണ്ട്, റാഷണലൈസേഷൻ ഉണ്ട്, ഫാന്റസി എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രീം ലെവലിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി പിന്നെ വിഡ്രോവൽ ടെൻഡൻസി എന്ന് പറയും, റിട്രീറ്റ് എന്ന് പറയും. ഈ റിട്രീറ്റ് എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്ന ആളുകൾ പല കേസുകളിലും അത്തരം ആളുകൾ സൂയിസൈഡ് ചെയ്യാനുള്ള പ്രവണതകളുണ്ട്. ഞാൻ കൂടുതൽ ടേംസ് ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യുന്നു. നോക്കുക നിങ്ങൾ, സബ്ലിമേഷൻ, ദെൻ ഡിസ്പ്ലേസ്മെന്റ്, ദെൻ ഐഡന്റിഫിക്കേഷൻ, പ്രൊജക്ഷൻ, റിഗ്രഷൻ, റെപ്രഷൻ, സപ്രഷൻ, ഡിനൈൽ, ഫാന്റസി, കോമ്പൻസേഷൻ, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ. These are the most important defense mechanism. Then I would like to start with the first word, sublimation. What do you mean by sublimation? ഈ സബ്ലിമേഷൻ എന്നാൽ എന്ത്? ചുരുക്കം ഇതാണ്, നമ്മളൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ പോസിറ്റീവായി ചാനലൈസ് ചെയ്യുന്നു. ഒരു നെഗറ്റീവ് ബിഹേവിയറിനെ നമ്മൾ പോസിറ്റീവായി ചാനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുക സബ്ലിമേഷൻ എന്ന് പറയുക. അത് ചില ഉദാഹരണത്തിൽ കൂടി നിങ്ങളെ വ്യക്തമാക്കി തരാം. ഇപ്പൊ ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങൾ കേട്ടിരിക്കും ഓറൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓറൽ പേഴ്സണാലിറ്റി, ഈ ഓറൽ പേഴ്സണാലിറ്റി ആയ ആണുങ്ങളാണെങ്കിൽ അവര് ചെയിൻ സ്മോക്കറായി മാറും, അല്ലെങ്കിൽ സിവിയർ ഡ്രങ്കാർഡ്സ് ആയി മാറും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അസംഷൻ. ഇനി അത് സ്ത്രീകളാണ് ഓറൽ പേഴ്സണാലിറ്റി എങ്കിൽ അത്തരം ആളുകള് ചാറ്റർ ബോക്സ് ആവും, അല്ലെങ്കിൽ ചില സ്വഭാവ എന്താ പറയുക വ്യതിയാനങ്ങൾ അവർക്ക് ഉണ്ടാവും, അവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് they may become chatterbox ബോക്സ്. ഇങ്ങനെ ചാറ്റർ ബോക്സ് ആകുന്ന ഒരു വായാടിയായി പോകുന്ന ഒരു പെൺകുട്ടിയെ ഓറൽ പേഴ്സണാലിറ്റി ആണെങ്കിൽ ദാറ്റ് നെഗറ്റീവ് ആസ്പെക്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു പോസിറ്റീവ് ആസ്പെക്ട്. ദാറ്റ് പർട്ടിക്കുലർ സ്ട്രാറ്റജി ഈസ് കൺസിഡർഡ് ബി സബ്ലിമേഷൻ. ഇതിനാണ് നമ്മൾ പറയുക സബ്ലിമേഷൻ. അപ്പൊ ചാറ്റർ ബോക്സ് ആയിട്ടുള്ള ഒരു ആളെ നമുക്ക് വേണമെങ്കിൽ നല്ല ഒരു ഒറേറ്റർ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം, നല്ലൊരു പബ്ലിക് സ്പീക്കർ ആയിട്ട് മാറ്റിയെടുക്കാം, നമുക്കൊരു മോട്ടിവേറ്റിംഗ് സ്പീക്കർ ആക്കി മാറ്റിയെടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു നെഗറ്റീവായ കാര്യത്തെ നമ്മളൊരു പോസിറ്റീവായി ടേൺ ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ പറയുക സബ്ലിമേഷൻ എന്ന് പറയുക. എ നെഗറ്റീവ് എനർജി ദാറ്റ് കൻ ബി ടേൺ ഇൻടു എ പോസിറ്റീവ് എനർജി. ഒരു നെഗറ്റീവ് എനർജിനെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ നമുക്കൊരു പോസിറ്റീവ് ബിഹേവിയർ ആക്കി മാറ്റാം. നെഗറ്റീവ് ആയിട്ടൊരു തോട്ടിനെ നമുക്കൊരു പോസിറ്റീവായ തോട്ടിനെ മാറ്റാം. നെഗറ്റീവായ ഒരു കഴിവിനെ നമുക്കൊരു പോസിറ്റീവായ കഴിവിലേക്ക് നമുക്ക് മാറ്റാം. ഇതാണ് ഈ പറയുന്ന സബ്ലിമേഷൻ എന്ന് പറയുക. നമ്മളെ സോ ദ സബ്ലിമേഷൻ റെപ്രസെന്റ് ചാനലൈസേഷൻ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ മൈക്ക് ടൈസൺ എന്ന് പറയുന്ന ബോക്സർ, അദ്ദേഹം 17ാമത്തെ വയസ്സിൽ ലോക ഹെവി വെയിറ്റ് ബോക്സറാണ്. അദ്ദേഹം ചെറിയ ക്ലാസ് പഠിക്കും, അതുപോലെ പ്രൈമറി ക്ലാസ് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബിഹേവിയറിന് അദ്ദേഹത്തിന്റെ ജിംനാസ്റ്റിക് ആയി പഠിപ്പിക്കുന്ന ടീച്ചർ ഒബ്സർവ് ചെയ്യാണ്. ഈ ചെറിയ കുട്ടി അടുത്തിരിക്കുന്ന കുട്ടിയെ മൂക്കിനിടിച്ച് താടിയിടും. അസാമാന്യമായിട്ട് ഫിസിക്കൽ സ്ട്രെങ്ത് ഈ കുട്ടിക്ക് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ ജിംനാസ്റ്റിക് ടീച്ചറാണ് മൈക്ക് ടൈസനെ ബോക്സിംഗിലേക്ക് മാറ്റിയെടുക്കുന്നത്, നല്ല ബോക്സറായിട്ട് സെലക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ അഗ്രസീവ് ആയിട്ടുള്ള ടെൻഡൻസീസിനെ അദ്ദേഹം ചാനലൈസ് ചെയ്തു. അതാണ് പറയുക നമ്മൾ സബ്ലിമേഷൻ. ദാറ്റ് മീൻസ് ചാനലൈസേഷൻ ഓഫ് നെഗറ്റീവ് എനർജി ഇൻടു ദാറ്റ് ഓഫ് എ പോസിറ്റീവ് എനർജി. ദാറ്റ് പർട്ടിക്കുലർ ആസ്പെക്ട് ഈസ് കൺസിഡർഡ് ബി സബ്ലിമേഷൻ. അപ്പൊ നമുക്ക് സബ്ലിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പല കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സബ്ലിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ സബ്ലിമേഷൻ റെപ്രസെന്റ് ദ ഫോർമോസ്റ്റ് ഡിഫൻസ് മെക്കാനിസം. Number 2, that is considered to be identification. So the term identification implies strengthening self-esteem by forming imaginary alliance with some person or group. Strengthening our self-esteem by forming an imaginary alliance with some other people. ഇതാണ് നമ്മൾ പറയുക ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കിടക്കും. ഞാൻ ഒരു ഉദാഹരണത്തിൽ പറയാം. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ചില ഹോസ്റ്റൽ മുറിയിലൊക്കെ, കുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിലോ, അപ്പൊ ഒരു പെൺകുട്ടിലാകാം ആൺകുട്ടിലാകാം,
അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുമരിലൊക്കെ നിങ്ങൾക്ക് ഒന്നിക്കല് എന്താ പറയുക, ആൺകുട്ടികളെ ചുമറിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഋതിക് റോഷൻ ഉണ്ടാവും. പിന്നെ പെൺകുട്ടിയുടെ ചുമരിൽ വേണമെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ ഫോട്ടോ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ഫോട്ടോ ഉണ്ടാവും. ഇനി ചിലപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ വേണമെങ്കിൽ ചുമരിന്റെ മുകളിൽ സിൽവസ്റ്റർ സ്റ്റാറിന്റെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മളൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഫിഗറിനോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ പറയുക ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുക. സോ റിമെമ്പർ, സ്ട്രെങ്തനിങ് അവർ സെൽഫ് എസ്റ്റീം ബൈ ഫോമിംഗ് ഇമാജിനറി അലയൻസ് വിത്ത് സം പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ഐഡന്റിഫിക്കേഷൻ. ഇതിനെയാണ് നമ്മൾ പറയുക ഐഡന്റിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. The next important defense mechanism is considered to be displacement. The term displacement implies redirecting our thought, redirecting our emotions, redirecting our impulses towards a substitute target. നമ്മുടെ ഇമ്പൾസും അതുപോലെ തന്നെ തോട്ടിനെയും ഇമോഷൻസിനെയും ഒക്കെ തന്നെ നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് സ്ഥാനഭ്രംശം ചെയ്യുന്ന ഒരു വളരെ കോമൺ ആയി കാണുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. എന്താണ് ഈ സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്? കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞ സ്ഥിരമായിട്ട് അവർ തമ്മിൽ എന്താ പറയുക, ആശയ സംഘടന ഉണ്ടാവുകയാണ്, ക്വാറലിംഗ് ഉണ്ടാവുകയാണ്. അപ്പൊ ഹസ്ബൻഡും വൈഫും തമ്മിലൊരു ക്വാറലിംഗ് ഉണ്ടായപ്പോ ഈ വൈഫ് പറയുന്ന അവരുടെ വിദ്വേഷം എന്ന് പറയുന്നത് കുട്ടിയിലേക്ക് പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ പറയുക ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാള് ആ ഓഫീസിലെ ബോസുമായിട്ട് എന്തെങ്കിലും ഒരു ആശയ സംഘടന ഉണ്ടാവുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തില്, ആ ദേഷ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ദേഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീട്ടിലെത്തി കഴിഞ്ഞാല് ചിലപ്പോ ആരോടെങ്കിലും തീർക്കുന്നതാണ് നമ്മൾ പറയുക സ്ഥാനഭ്രംശം എന്ന് പറയുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. സോ ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ്, the term displacement implies redirecting thought, emotions and impulses towards a substitute target. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടാർഗറ്റിനോട് നമ്മൾ ചാനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുക, അതിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ പറയുക ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. And the next is considered to be projection, that means blaming others. അത്ര മാർക്ക് ഓർക്കുക നിങ്ങൾ. The projection means blaming others. What do you mean by blaming others? Attributing one's own thought and emotions towards others. Attributing one's own emotions and thought towards other is considered to be that projection. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്പൾസിനെയും തോട്ടിനെയും ഇമോഷൻസിനെയൊക്കെ നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ എന്താ പറയുക, മറ്റൊരു വ്യക്തിയെ അങ്ങനെ മാറ്റിവെക്കുന്ന പ്രവണതക്കാണ് നമ്മൾ പറയുക പ്രൊജക്ഷൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ബ്ലെയിമിങ് അതേഴ്സ്. അങ്ങാടിയിൽ തോറ്റു കഴിഞ്ഞാൽ അമ്മയോട് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു പരാജയം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു എന്താ പറയുക ഒരു മിസ്ഫോർച്യൂൺ എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പ്രവണതക്കാണ് നമ്മൾ പറയുക പ്രൊജക്ഷൻ എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മുടെ പരീക്ഷയിൽ നമ്മളെന്താ പറയുക, നമുക്ക് മാർക്കത്ര കിട്ടിയില്ല, വേണ്ടത്ര കിട്ടിയില്ല. അപ്പൊ നമ്മൾ പറയുന്നതാണ് നമ്മുടെ മാർക്ക് നമ്മുടെ പരീക്ഷ കുറഞ്ഞു പോകാൻ കാരണം തൊട്ടടുത്തിരിക്കുന്ന കുട്ടി നിരന്തരം സംശയങ്ങൾ ചോദിച്ചു, അപ്പോഴത്തെ അതിന്റെ ശ്രദ്ധയും മാറിപ്പോയി. ഇങ്ങനെ ബ്ലെയിമിങ് അതർ എന്ന് പറയുന്നതാണ് നമ്മൾ പറയുക ഈ പ്രൊജക്ഷൻ എന്ന് പറയുക. സോ ദ ടേം പ്രൊജക്ഷൻ ഇംപ്ലൈസ് ബ്ലെയിമിങ് അതേഴ്സ്. Then the next is considered to be regression. Regression. What do you mean by regression? The term regression implies returning to an earlier stages of development. Returning to an earlier stages of development is considered to be regression. നമ്മളിപ്പോൾ ഒരു ഇത്രയും പ്രായമായി കഴിഞ്ഞ് നമ്മുടെ നേരത്തെ ഉള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മടങ്ങി പോവുകയാണെങ്കിൽ അതാണ് നമ്മൾ പറയുക റിഗ്രഷൻ എന്ന് പറയുക. ചിലപ്പോൾ കുട്ടികൾക്ക് അതീവ മാനസിക സംഘർഷമുള്ള കുട്ടികളെ ചിലപ്പോൾ ഈ നഖം കടിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലം ഷോ ചെയ്യും. ഇപ്പൊ നിങ്ങളാണ് ഇവിടെ പറയുന്നില്ല, ചെറിയ കുഞ്ഞുങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രീം ആയിട്ട് ഒരു ഭയം ഉണ്ടായി കഴിയുകയാണെങ്കിൽ നമ്മൾ ചില ആളുകൾ ഒരു 1.5 വയസ്സിലേക്കൊക്കെ നമ്മൾ തിരിച്ചേക്ക് പോകും എന്ന് പറഞ്ഞാൽ അറിയാതെ യൂറിനേറ്റ് ചെയ്തു പോകും. ഇത് ഒരു റിഗ്രഷൻ ടെൻഡൻസിയാണ് എന്ന് പറഞ്ഞാൽ റിട്ടേണിംഗ് ബാക്ക് ടു ദ ഏർലിയർ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ദാറ്റ് പർട്ടിക്കുലർ ആസ്പെക്ട് ഈസ് കൺസിഡർഡ് ടു ബി റിഗ്രഷൻ. The next important defense mechanism is considered to be repression, and the repression stands for intentional forgetting. Repression stands for intentional forgetting. That means unconscious blocking of desires, wants and feeling is known as repression. Unconscious blocking of desires, wants and feeling is known as repression. The opposite of repression is considered to be suppression. That means intentional blocking.
ഒന്ന് നമ്മൾ അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ള ബ്ലോക്കിംഗ് ആണ്, ഒന്ന് ഇന്റൻഷണൽ ബ്ലോക്കിംഗ് ആണ്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഈ റെപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ അൺകോൺഷ്യസ് എന്ന് പറയുന്ന റിസർവയറിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചില ആഗ്രഹങ്ങൾ നമുക്ക് സംശീകരിക്കാൻ പറ്റില്ല. പക്ഷെ നടക്കാത്ത ആഗ്രഹങ്ങളെല്ലാം നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ ഫോഴ്സ്ഫുൾ ആയി ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ പറയുക റെപ്രഷൻ എന്ന് പറയുക. അതെപ്പോഴും മാനസികമായിട്ട് പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കപ്പെടും. സപ്രഷൻ എന്ന് പറയുന്നത് ചില ആഗ്രഹങ്ങൾ നടക്കില്ല, നമുക്കറിയാം. അപ്പൊ നടക്കാത്ത ആഗ്രഹങ്ങളെല്ലാം നമ്മളെ ബോധപൂർവം നമ്മളെ ഈ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡിലേക്ക് മാറ്റും. അതാണ് നമ്മൾ പറഞ്ഞത് സപ്രസ് ചെയ്യുക. അതിന് വലിയ പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പറയുന്ന റെപ്രഷൻ എന്ന് പറയുന്നത്. സപ്രഷൻ, റെപ്രഷൻ മീൻസ് അൺകോൺഷ്യസ് ബ്ലോക്കിംഗ്സ് ഓഫ് ഡിസയേഴ്സ്, വാണ്ട്സ്. അപ്പൊ നമ്മളെ ഈ മറവിയെ പറ്റി പറയുമ്പോൾ നോക്കുക, രണ്ട് തരത്തിലാണ് മറവി ഉണ്ടാവുക. ഒന്ന് പാസീവ് ഫർഗെറ്റിംഗ് എന്നാണ് പറയുക, ദാറ്റ് മീൻസ് നാച്ചുറൽ ഫർഗെറ്റിംഗ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മോർബിഡ് ഫർഗെറ്റിംഗ്. Forgetting can be classified into passive forgetting and morbid forgetting. Here the repression stands for intentional forgetting. ബോധപൂർവമായിട്ടുള്ള ഒരു മറവിക്കാണ് നമ്മൾ പറയുക റെപ്രഷൻ എന്ന് പറയുക. ഇത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. The next is considered to be the very important defense mechanism, that is rationalization. What do you mean by rationalization? Individual devise socially acceptable reason for socially unacceptable act. An individual devise socially accepted reason for some socially unacceptable act, belief, faith, etc. is known as rationalization. അപ്പൊ നമുക്ക് റാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. സാധാരണഗതിയിൽ നമ്മൾ അറിയപ്പെടുക സവർ ഗ്രേപ്പ് മെക്കാനിസം എന്നാണ് പറയുക. ആ സവർ ഗ്രേപ്പ് മെക്കാനിസത്തിന്റെ മറ്റൊരു ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറയുക സ്വീറ്റ് ലെമൺ മെക്കാനിസം എന്ന് പറയുക. അപ്പൊ നടക്കാത്ത കാര്യങ്ങളെ നമ്മളിങ്ങനെ കുറെ പ്രാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു, അങ്ങനെ ശ്രമിച്ച് നമുക്ക് നടന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിനെ ചില ഒരു റാഷണൽ ആയിട്ടുള്ള അസംഷൻസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യും. പഴയ കാലത്തുള്ള ഈസോപ്പ് കഥയിൽ ഒരു മുന്തിരിങ്ങ കൊലക്ക് വേണ്ടിയിട്ട് പൂർക്കൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഓരോ പ്രാവശ്യം ചാടിക്കഴിഞ്ഞപ്പോൾ അതിന് ഈ മുന്തിരി കിട്ടിയില്ല. അങ്ങനെ കുറെ അറ്റംപ്റ്റ് നടത്തിയതിനു ശേഷം അതൊരു കാര്യം പറയാണ്, ഈ മുന്തിരിങ്ങ എന്ന് പറഞ്ഞ പുളിക്കുന്ന സാധനമാണ്, ആർക്ക് വേണം എന്ന് പറയുന്നതാണ് നമ്മൾ പറയുക സവർ ഗ്രേപ്പ് മെക്കാനിസം എന്ന് പറയുക. അപ്പൊ റാഷണലൈസേഷൻ വളരെ കോമൺ ആയി കാണുന്ന ഡിഫൻസ് മെക്കാനിസമാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറയുക സ്വീറ്റ് ലെമൺ മെക്കാനിസം. ഒരു എക്സാമ്പിൾ കൂടി പറയാം. വാട്ട് യു മീൻ ബൈ സ്വീറ്റ് ലെമൺ മെക്കാനിസം? ഒരു സ്ത്രീ വളരെ സമ്പന്നയായിരുന്നു, വലിയൊരു പലാഷ്യസ് ബിൽഡിംഗിൽ താമസിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയാണ്, വലിയ കടങ്ങൾ ഉണ്ടായി. ഗത്യന്തരമില്ലാതെ അവർ ആ അവരുടെ വലിയ പലാഷ്യസ് ആയിട്ടുള്ള ആ വീട് വിറ്റ് ചെറിയൊരു വളരെ ടൈനി ആയിട്ടൊരു വീട് വാങ്ങി അവിടെ താമസിപ്പിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ മതി, ഇത്രയും കാലം നിങ്ങൾ വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട് താമസിച്ചു, ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു ചെറിയ ഹട്ട് പോലൊരു വീട്ടിൽ താമസിക്കുന്നത് ചോദിച്ചാൽ ആ സ്ത്രീ ഉടനെ പറയുന്ന മറുപടി റാഷണലൈസ് ചെയ്യാണ്. എന്താണ്? വലിയ വീടാകുമ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വൃത്തിയായി സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ വീടാകുമ്പോൾ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം എന്ന് നമ്മൾ റാഷണലൈസ് ചെയ്യുന്നതാണ് നമ്മൾ പറയുക റാഷണലൈസേഷൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എപ്പോഴും ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിവൈസ് സ്ട്രാറ്റജി നമ്മുടെ ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ടോട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പറയുക റാഷണലൈസേഷൻ എന്ന് പറയുക. Then the next one is considered to be compensation. What do you mean by compensation? It implies psychological counterbalancing. നമ്മളൊരു മനഃശാസ്ത്രപരമായിട്ട് ഒരു കൗണ്ടർ ബാലൻസിംഗ് ആണ് നമ്മൾ പറയുക കോമ്പൻസേഷൻ എന്ന് പറയുക. സൈക്കോളജിക്കൽ കൗണ്ടർ ബാലൻസിംഗ് ഈസ് നോൺ ആസ് കോമ്പൻസേഷൻ. നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും എങ്ങനെ? നമ്മളൊരു ബാലൻസിങ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരമാവധി ശ്രമിച്ചു. എല്ലാ ആളുകൾക്കും IAS എന്ന് പറയുന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പറ്റണമെന്നില്ല, അല്ല IPS എന്ന് പറയുന്ന എല്ലാ കുട്ടികൾക്കും നേടാൻ പറ്റുന്ന ലക്ഷ്യമല്ല. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് IPS എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ നീങ്ങി, പക്ഷെ നമുക്ക് IPS കിട്ടിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യും. എങ്ങനെ? നമ്മൾ ചിലപ്പോൾ ഒരു പോലീസ് സബ് കോൺസ്റ്റബിൾ ആയി സെലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു കൗണ്ടർ ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മൾ നേടും. അതുപോലെ തന്നെ നമ്മൾ വേണമെങ്കിൽ IAS വേണ്ടി പ്രിപ്പയർ ചെയ്യും. ചില ആളുകൾ അങ്ങനെ IAS പ്രിപ്പയർ ചെയ്ത് കുറെ പ്രാവശ്യം എഴുതിയിട്ടും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് IAS കിട്ടിയിട്ട് ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുന്നോ നമുക്ക് നേടുകയാണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ആസ്പെക്ട് ഈസ് കൺസിഡർഡ് ബി കൗണ്ടർ ബാലൻസിങ്. നമ്മുടെ ഒരു പെർസീവ്ഡ് വീക്ക്നെസ്സിനെ നമ്മൾ കൗണ്ടർ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുക കോമ്പൻസേഷൻ എന്ന് പറയുന്ന
കോമ്പൻസേഷൻ എന്ന് പറയുന്ന മറ്റൊരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുക. The next is considered to be reaction formation. That means converting our dangerous unwanted thoughts into its opposite. Reaction formation implies converting our unwanted dangerous thoughts into opposite. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. കുടുംബജീവിതം വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കണം, കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെ കുടുംബജീവിതത്തെ പറ്റി ഈ വലിയ സ്വപ്നങ്ങൾ സൂക്ഷിച്ച ഒരാൾ അവസാനം റിയാക്ഷൻ ഫോർമേഷനിലെ കൂടി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്ട്രീം പ്യൂരിറ്റാനിക് കോൺസെപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ പറയുക റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുക. അവസാനം അദ്ദേഹം എത്തിച്ചേരുന്നതായിരിക്കും. നേരത്തെ അദ്ദേഹത്തിന് കുടുംബജീവിതത്തിൽ വലിയ ഇഷ്ടമായിരുന്നു, മക്കള് ഭാര്യ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം ഇതൊക്കെ ഒഴിച്ചിട്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ജോലി എന്ന് പറയുന്നത് ഒരു പദവി എന്ന് സ്വീകരിക്കാൻ അദ്ദേഹം വേണമെങ്കിൽ ഒരു എന്താ പറയുക മതപുരോഹിതനായിട്ടോ ഒരു സന്യാസിയായിട്ടോ മാറുന്ന പ്രക്രിയക്കാണ് നമ്മൾ പറയുക റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുക. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയാം. The next is considered to be denial. That means refusal to accept reality principle. If you are refused to accept reality principle, that particular mental state is considered to be denial, a particular kind of defense mechanism. Denial, refusal to accept reality principle. അതൊരു ചെറിയ എക്സാമ്പിളിൽ കൂടി ഞാൻ നിങ്ങളെ വ്യക്തമാക്കി തരാം. നമ്മുടെ വീട്ടില് ചെറിയ കുട്ടികളുണ്ടാവും. അവര് എന്താ പറയാ അവർ ഏതെങ്കിലും ഒരു പുതിയ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡിഷിനോ ഒരു ഭക്ഷണ സാധനം വേണം എന്ന് അവർ വാശി പിടിക്കാൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ അത് നിർമ്മിച്ചു നൽകാൻ ഒരു അവസരമില്ല, സാഹചര്യമില്ല, അല്ലെങ്കിൽ സാധനമില്ല. അങ്ങനെ അവസാനം അവർക്ക് തന്നെ ഇഷ്ടമില്ല വേറെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വീട്ടിനകത്തുള്ള സാധനങ്ങൾ വെച്ച് നിർമ്മിക്കാൻ പറ്റുന്ന സാധനം നിർമ്മിച്ച് വളരെ സ്നേഹത്തോടെ, നമ്മുടെ അമ്മമാർക്ക് അങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം മാറും. നമ്മൾ വളരെ സ്നേഹത്തോടെ കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വിളി കേൾക്കില്ല. ആ ടെൻഡൻസിക്കാണ് നമ്മൾ ഡിനയൽ എന്ന് പറയുക. അവസാനം ഒരു 5-6 അറ്റംപ്റ്റ്സ് ചെയ്തതിനു ശേഷം നമ്മളെ വന്ന് ശക്തമായി പറയുമ്പോൾ ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അമ്മ വിളിച്ചത് കേട്ടിട്ടില്ല എന്ന് പറയാണ്. ഡിനയൽ എന്ന് പറഞ്ഞത് റിഫ്യൂസൽ ടു ആക്സെപ്റ്റ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിഫൻസ് മെക്കാനിസം. ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ്. ഡിഫൻസ് മെക്കാനിസം ഇംപ്ലൈസ് അൺകോൺഷ്യസ് അറ്റംപ്റ്റ് ഫോർ പ്രൊട്ടക്ടിങ് അവർ ഈഗോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നോബഡി കൻ എലിമിനേറ്റ് സ്ട്രെസ്. സ്ട്രെസ് ഇസ് ദ സ്ട്രെസ് ഉണ്ടാവും. നമ്മൾ എന്താ പറയുക, ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഇപ്പൊ നമ്മുടെ ഫിസിക്സിലുണ്ട് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് നോ ഫ്രിക്ഷൻ ദർ ഇസ് നോ മോഷൻ അറ്റ് ഓൾ. ഇപ്പൊ നമുക്ക് ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ മോഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താ പറയുക സ്ട്രെസ് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൈസർഗികമായിട്ടില്ല. നോബഡി കൻ എലിമിനേറ്റ് സ്ട്രെസ് ബട്ട് ദർ ആർ സർട്ടൻ സ്ട്രെസ് മാനേജ്മെന്റ്. ഇപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയും. ഒരു ക്ലാസ് എടുക്കണം എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ ഞാൻ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമേ ശ്രമിക്കൂ. ഇങ്ങനെയുള്ള സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നമുക്കൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഒരു മനസ്സിന്റെ അകത്ത് തന്നെ ചില സ്ട്രാറ്റജി ഉണ്ട്. അത് ഇൻബിൽറ്റ് ആണ്. നമുക്ക് വേറെ ആരും ഒന്ന് പറഞ്ഞിരുന്നു വേണ്ട. അങ്ങനെയുള്ള ഒരു ഇൻബിൽറ്റ് സ്ട്രാറ്റജിക്കാണ് മനഃശാസ്ത്രപരമായി നമ്മൾ ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം, മെന്റൽ മെക്കാനിസം, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നൊക്കെ പേരിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നോക്കൂ, നിങ്ങളെ ഈ ഡിഫൻസ് മെക്കാനിസം എല്ലാ മനുഷ്യനും ഉപയോഗിക്കുകയാണ്. അത് അൺകോൺഷ്യസ്ലി ആണ് ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം കേസിൽ മാത്രമേ നിങ്ങൾക്ക് മനഃശാസ്ത്രപരമായിട്ട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ DSM-3 എന്നൊക്കെ പറയുന്ന സൈക്കോസിസ് എന്ന് പറയുന്ന ലെവലിലേക്ക് നിങ്ങളെ ചിന്താഗതിയും നിങ്ങളുടെ ബിഹേവിയറും മാറും. അത്തരം കേസിൽ നിങ്ങൾക്ക് ചികിത്സ എന്ന് പറഞ്ഞത് വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വ്യക്തി ജീവിതത്തില് നമ്മളൊരു ബാലൻസിങ് ആയിട്ടാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുക. അതിന് പോസിറ്റീവായ ആസ്പെക്ട്സ് ഉണ്ട്, നെഗറ്റീവായ ആസ്പെക്ട്സ് ഉണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്.